ഇവിടെ ലാർജ് സ്കെയിലായ ഡെവലപ്മെൻറ്റ് കാണുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതിൻ്റെ ചുറ്റും സറൗണ്ടിങ്സ് കാടുകൾ വെട്ടി പോയി നടപ്പാതകളുണ്ടാക്കി ബ്യൂട്ടിഫുള്ളായ ലൈറ്റിങ്. സന്ധ്യ കഴിഞ്ഞ് ഇവിടെ ഇരുട്ടാണ്. അത് അതിൻ്റെ അതിന് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് മാലിന്യം നിക്ഷേപിച്ചതാണെന്നുള്ളത് വ്യക്തമാണല്ലോ. ഡെഡ് ബോഡി ഒന്നും നിക്ഷേപിച്ചായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സഫീഷ്യൻറ്റ് വാട്ടറുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ നീന്തൽക്കുളം ഡിസൈൻ ചെയ്ത് ആൾക്കാർക്ക് സ്വിമ്മ് ചെയ്യാനും സ്വിമ്മിങ് പഠിക്കാനുള്ളത് ചെയ്യാൻ പറ്റും. ബിക്കോസ് സഫീഷ്യൻറ്റ് വാട്ടർ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് കൊടുക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് ഇവിടെ. പക്ഷേ നമ്മളത് ശരിക്കും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മറ്റു പല രാജ്യങ്ങളിലേക്കും ടൂറിസം എന്ന് പറഞ്ഞ് പോവുകയാണ്. നമ്മുടെ തൊട്ടുമുമ്പിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. ഏജനറ്റ് പരമ്പര സാധ്യതകൾ, ഇരിട്ടിയുടെ എക്കോ പാർക്ക് സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോ എന്നുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ഒരു പരമ്പരയിൽ ഇന്ന് നമ്മോടൊപ്പം ഈ എക്കോ പാർക്കിൽ എത്തിയിരിക്കുന്നത് 43 വർഷമായി ഇരിട്ടിയിൽ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബിൻ്റെ അംഗങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം, ഇവിടുത്തെ നമ്മുടെ ഈ ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ ഒരു എക്കോ പാർക്ക് എന്നിപ്പോൾ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഇതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കാം. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നമുക്ക് ഈ ഒരു എക്കോ പാർക്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ 43 വർഷം ഇരിട്ടിയിൽ ഉള്ള നമ്മുടെ ലയൺസിൻ്റെ അംഗങ്ങളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇവർ വന്ന് ഇതിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ചു. സാർ നമസ്കാരം. അപ്പോൾ ലയൺസിൻ്റെ പ്രസിഡന്റ് ആണല്ലേ? അതെ. സാറിൻ്റെ പേര്? സുരേഷ് സാർ. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ ഏജനറ്റ് പരമ്പരയിൽ സാധ്യതകൾ, ഇരിട്ടിയുടെ ഒരു സുന്ദരമായിട്ടുള്ള ഈ ഒരു സ്ഥലം എങ്ങനെ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും? തീർച്ചയായും വളരെ സന്തോഷം തോന്നുന്നു ഇവിടെ വന്നപ്പോൾ. ആദ്യത്തെ എനിക്കുള്ള അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഈ ഇരിട്ടി പട്ടണത്തിലെ 32 വർഷത്തിലെ ബിസിനസ്സാണ്. ഇങ്ങനൊരു സ്ഥലമുള്ള കാര്യം ഞാൻ അറിയുന്നത് നിങ്ങളുടെ ഈ പരമ്പരയിലൂടെ. സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അതുപോലെ അറിയുന്നവർ, അറിയാത്തവർ, ഈ സ്ഥലം അറിയാത്തവർ. അപ്പോൾ അത് നിങ്ങൾ നാടിനെ നാട്ടുകാരെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഈ പരമ്പര പരിപാടിയിലൂടെ. സാധ്യതകൾ പരമ്പര പരിപാടി തീർച്ചയായും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഏജന്റിന്, അതുപോലെ തന്നെ അണിയറ പ്രവർത്തകർ വളരെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ലയൺസ് ക്ലബിന്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള ഇതിൻ്റെ സാധ്യതകൾ എത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാക്കി മാറ്റിയെടുക്കാൻ പറ്റും? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിശ്രമ കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ പറ്റും? തീർച്ചയായും പറ്റും. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇരിട്ടി പട്ടണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു അരമണിക്കൂർ ഇരിട്ടിയിൽ ഇരിക്കണം എന്ന് വെച്ചാൽ അതിന് പറ്റിയ ഒരു സ്ഥലമുണ്ട്, ഒരു അന്തരീക്ഷമില്ല, ചുട്ടുപോകുന്നില്ല. ഇവിടെ വന്ന് ഏത് സമയത്തും മനസ്സിന് അല്ലേ, പ്രകൃതി തന്നെ നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന ഒരു ഇടമായിട്ടാണ് തീർച്ചയായും അതിന് നമുക്ക് ടൂറിസം ഭൂപടത്തിൽ ഈ കണ്ണൂരിൽ തന്നെ ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ ഈ സ്ഥലം ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലയൺസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും? ലയൺസിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ ലയൺസ് ക്ലബ്ബ് ഇരിട്ടി, ഇപ്പം ഇരിട്ടി താലൂക്ക് അവിടെ ഒരു ലയൺസ് പാർക്ക്, നമ്മൾ 2-3 കൂട്ടുപുഴയല്ലേ, നമ്മൾ നേരത്തെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ്, അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ്, ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളെ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ 10ാം വാർഡിലെ കൗൺസിലർ ശാന്തനി അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കും. ഈ വീടിൻ്റെ പൂർത്തീകരിച്ചു കൊടുക്കാൻ. അങ്ങനെ നിരവധിയായ നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ നമ്മൾ സ്ഥിരം പങ്കാളികളാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം മെഡിക്കൽ ക്യാമ്പാണ്, മെഗാ മെഡിക്കൽ ക്യാമ്പ്. അതുപോലെയൊക്കെ നമ്മൾ എല്ലാ കാര്യത്തിലും സമൂഹത്തിന് വേണ്ടിയിട്ട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സംഘടനയാണ്
43 വർഷം. അപ്പോൾ ഇരിട്ടിക്ക് വേണ്ടി ഇരിട്ടിയുടെ എല്ലാ മേഖലകളിലും സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തീർച്ചയായും അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ. ഓക്കെ സാറേ, താങ്ക് യു. അപ്പോൾ ഒരുപാട് പേരുണ്ട്, നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. സാറിൻ്റെ പേര്? സതീശൻ. സ്ഥലം? ഇരിട്ടി. ഇരിട്ടി തന്നെയാണ്. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു അന്തരീക്ഷം? ഇത് എത്രത്തോളം നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റാൻ വേണ്ടി സാധിക്കും? സുരേഷേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണിത്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. വളരെ ഭംഗിയായ സ്ഥലങ്ങളാണ്. ഒരു പാർക്ക് രൂപീകരിച്ചാൽ ഒരുപാട് ഞങ്ങൾക്ക് ഉപകാരപ്പെടാനുള്ള സംശയം ഒന്നുമില്ല. ഒരുപാട് ഈ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം തന്നെ നമ്മൾ പുറത്തിരുന്നാൽ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വൈകുന്നേരം വരെ ഇരുന്നാൽ തന്നെ ഒരു ചൂടായിട്ട് നമുക്ക് കാണുന്നില്ല. അതുപോലെ പുഴ സൈഡാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലയൺസ് ക്ലബിൻ്റെ എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത്. ഓക്കെ സാറേ, താങ്ക് യു. അപ്പോൾ ഇതിനെ എല്ലാ ഇരിട്ടിയിൽ ഏത് സംഘടനയുണ്ടോ ആ സംഘടനകളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പേര് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ലയൺസിന്റെ ഒരു മെമ്പറായി വന്ന സ്ഥിതിക്ക് എന്താണ് സാറിന് ഇതിനെ പറയാൻ? നേരത്തെ 1-2 ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ബൈറ്റ്സ് എല്ലാം തന്നതായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതെ ഇപ്പോൾ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പുതിയ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 2 ദിവസം 3 ദിവസം മുന്നേ വന്ന് നോക്കുമ്പോൾ ഇല്ലാത്ത ഒരു മാറ്റം എന്ന് വെച്ചാൽ 1-2 സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് അവിടെ കുഴിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് മാലിന്യം നിക്ഷേപിച്ചതാണെന്നുള്ളത് വ്യക്തമാണല്ലോ. ഡെഡ് ബോഡി ഒന്നും നിക്ഷേപിച്ചായിരിക്കില്ല, മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ അത്രത്തോളം ഒരു പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ആ മനസ്സുള്ള ആളുകൾ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. അവർക്ക് അത് ഒഴിവാക്കാനുള്ള നഗരസഭയുടെ എല്ലാ സംവിധാനങ്ങളും ഇരിക്കെ, അത് വെറ്റായാലും ഡ്രൈ ആയാലും ഹരിതകർമ്മസേന മുതലായ സംഘടനകളൊക്കെ വന്നിട്ട് വളരെ സജീവമായിട്ടുള്ള സമയത്ത് ഇവിടെ വന്ന് ആരും കാണാത്ത സമയത്ത് ഇവിടെ കുഴി എടുത്ത് നോക്കിയാൽ അറിയാം. 2-3 സ്ഥലങ്ങൾ കുഴിയെടുത്തിരിക്കുകയാണ്. അത് നമ്മൾ മാന്തി നോക്കിയാൽ അറിയാം. അപ്പോൾ അത്തരം ആളുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ ഒരിക്കലും അത് തരം തിരിച്ചൊന്നും ഇടില്ല. അതിൽ പ്ലാസ്റ്റിക് ഉണ്ടാവും, ഡീഗ്രേഡബിൾ ഉണ്ടാവും, മണ്ണിൽ അലിയാത്തതുണ്ടാവും, എല്ലാ രീതിയിലുള്ള വേസ്റ്റുകളെല്ലാം അതിലുണ്ടാവും. അങ്ങനെ ഇത്തരം മനസ്സാക്ഷിയില്ലാത്ത ആളുകൾ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ മണ്ണിൽ അലിഞ്ഞു പോകുന്ന മാത്രമായിട്ട് നിക്ഷേപിക്കില്ലല്ലോ. കാരണം അങ്ങനെ ഒരു മനസ്ഥിതി ഉള്ളവരല്ലേ. അത് തികച്ചും അത് വളരെയധികം അത് പ്രതിഷേധാർഹമാണെന്നുള്ള യാതൊരു സംശയമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വരാറുണ്ട്. 3 ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ ഇവിടെ പുതിയ മണ്ണ് കുഴിയെടുത്ത് മാലിന്യം കോഴി വേസ്റ്റ് അങ്ങനത്തെ വേസ്റ്റുകൾ നിക്ഷേപിച്ചിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഡോക്ടർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ഇത് കാണുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് ഇതൊരു സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതൊരിക്കലും ഇത് മലിനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. സാർ നമസ്കാരം. എന്താണ് പേര്? സുരേഷ് ബാബു സാർ. ഇരിട്ടി തന്നെയാണ്. എങ്ങനെയാണ് നമ്മുടെ ഇവിടെ വന്ന് കണ്ടപ്പോൾ നമ്മുടെ ഈ ഒരു സുന്ദരമായിട്ടുള്ള ഈ ഒരു സാധ്യത? നമ്മുടെ മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ഇരിട്ടിയിൽ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇരിട്ടി വരുന്ന ഒരാൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് ടൈം പാസ് ഇതിനൊന്നൊരു സ്ഥലമില്ല. അതുകൊണ്ട് ഇരിട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആളുകൾ ഇരിട്ടിയിലോട്ടുള്ള വരവ് കുറഞ്ഞ് ഉള്ള ഏരിയയിലോട്ട് മാറുകയാണ്. അതേസമയം നമ്മളിങ്ങനെയുള്ള ഇരിട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുഴയും അതിനുള്ള തീരങ്ങളും ഇവിടെയുണ്ട്. പക്ഷെ അതൊന്നും ആരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ ബസ് കാത്തിരിക്കുന്നവർക്കും കുറച്ച് ടൈം ഇവിടെ വന്നിട്ട് വേറെ എവിടെയും പോകുകയാണെങ്കിൽ പിള്ളേരെ കൊണ്ട് വരുന്നവർക്കും ഒരു പാർക്ക് എന്ന നിലയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് നല്ല സാധ്യതകളുള്ള ഒരു ഏരിയയാണിത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയും നമുക്ക് വള്ളിയാട്, അതായത് ഇരിട്ടിയുടെ പ്രാന്തപ്രദേശം ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ജനങ്ങൾക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇവരെല്ലാം ബോധ്യപ്പെടുത്തി അതെല്ലാം ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഇരിട്ടിയെ വികസിപ്പിക്കുക. അത് നിലവിൽ നേരത്തെ 3 തിയേറ്റർ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു തിയേറ്റർ വരെ ഇല്ല. ഇപ്പോൾ ഇരിട്ടി വരുന്നത് എന്തിനാണെന്ന് ആൾക്കാർ ചോദിച്ചാൽ നമുക്കതിന് മറുപടിയില്ല. സാധനം മേടിക്കാൻ പറഞ്ഞാൽ ഇവിടെ വരണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും. അതോടൊപ്പം ഞങ്ങൾ ഏറെക്കുറെ എല്ലാവരും തന്നെ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അംഗങ്ങളാണ്. ഇരിട്ടിയുടെ ഡെവലപ്മെൻറ്റിന്, ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ മാർഗ്ഗരേഖകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നു. ഓക്കെ സാറേ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ശ്രമം സാധ്യതകൾക്ക് ഫലം കണ്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. സാറിൻ്റെ പേര്? എൻ്റെ പേര് ജോളി അഗസ്റ്റ്. എവിടെയാണ് സ്ഥലം? ഇവിടെ കുന്നോത്താണ്. ഇരിട്ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. എങ്ങനെയുണ്ട് സാർ ഇവിടെ വന്ന് കണ്ടപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ വളരെ നല്ല ബ്യൂട്ടിഫുള്ളായ സ്ഥലമായിട്ട് തോന്നുന്നത്. കുഴപ്പമില്ല. പിന്നെ ഇവിടെ എന്താ പറയുക, ഇരിട്ടിയുടെ ടൗണിൽ ശരിക്കും ഇതിൻ്റെ ഹൃദയഭാഗത്താണ്.
നമ്മൾ ഇതൊന്ന് പാർക്കായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ സാധാരണക്കാരന് വരാൻ പറ്റും. പിന്നെ സാധാരണ നമ്മൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇക്കോ പാർക്കിൽ കൂടെ സ്വന്തമായി വാഹനം മറ്റ് സൗകര്യമുണ്ട്. ഇത് ഏത് സാധാരണക്കാരൻ വെട്ടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു, നടന്ന് കയറാവുന്നതാണ്. അപ്പോൾ അവിടെ വന്നിരിക്കാം. പിന്നെ ഞാനൊരു റിട്ടയർഡ് പ്രൊഫസർ, കനറ ബാങ്ക് മാനേജറായിരുന്നു, റിട്ടയറാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നു ബ്ലോക്കിൻ്റെ. അപ്പോൾ നമ്മൾ പ്രായമുള്ളവർക്കൊക്കെ ഒരു ലീഷർ ടൈം വൈകുന്നേരം വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ടൗണിൽ നമുക്കറിയാം ഭയങ്കര വിഷമമാണ്, കൊണ്ട് പാർക്ക് ചെയ്ത് ഒന്നും കാണാനൊന്നുമില്ല. അപ്പോൾ വന്നിരിക്കുക, വൈകുന്നേരങ്ങളിൽ കുറച്ച് നേരം സമയം ചെലവഴിക്കാൻ എനിക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ വളരെ നല്ലതാണ്, വലുത്. പിന്നെ ഇതിന് ഞാൻ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലറും മോറോവർ ഞാൻ ഇരിട്ടി ലയൺസ് ക്ലബിൻ്റെ ട്രഷററാണ്. നമ്മൾ എന്ത് പ്രസ്ഥാനവും വിജയിക്കണമെങ്കിൽ ഫിനാൻസ് ഈസ് വെരി മച്ച് റിക്വയർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്നെങ്കിൽ തന്നെയും ഇവിടെ ലാർജ് സ്കെയിലായ ഡെവലപ്മെൻറ്റ് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതിൻ്റെ ചുറ്റും സറൗണ്ടിങ്സ് കാടുകൾ വെട്ടി പേവ് നടപ്പാതകളുണ്ടാക്കി ബ്യൂട്ടിഫുള്ളായ ലൈറ്റിങ്, സന്ധ്യ കഴിഞ്ഞ് ഇവിടെ ഇരുട്ടാണ്, അത് അതിൻ്റെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ വേറെ നമ്മൾ ഇരുട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് നമ്മൾ യങ് ജനറേഷൻ പിള്ളേർ മിക്കവരും ബാംഗ്ലൂരൊക്കെ പഠിക്കുകയാണ്, അവർ വിനോദയാത്രയ്ക്ക് പോകുന്നത് മുങ്ങി മരിച്ചു. അപ്പോൾ മിക്ക കുട്ടികൾക്കും നീന്തൽ വശമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സഫീഷ്യൻറ്റ് വാട്ടറുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ നീന്തൽ കുളം ഡിസൈൻ ചെയ്ത് ആൾക്കാർക്ക് ഒന്ന് സ്വിം ചെയ്യാനും സ്വിമ്മിങ് പഠിക്കാനുള്ളത് ചെയ്യാൻ പറ്റും. ബിക്കോസ് സഫീഷ്യൻറ്റ് വാട്ടർ ക്ലീൻ ചെയ്തിട്ട് പുറത്തേക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ചെറിയ കഫ്തീര പോലെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുക, മറ്റ് ഗെയിമുകളൊക്കെ ചെയ്യും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പഞ്ചായത്തിന് നമുക്കറിയാം ഗവൺമെൻറ് ഫണ്ട്സ് കൺസൈൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസൈൻ ചെയ്ത് നമുക്കൊരു ബോട്ടുണ്ട്, ബിൽഡ് ഓൺ ആൻഡ് ട്രാൻസ്ഫർ ബോട്ട് സ്കീമിൽ 20 years or 30 years ലീസ് കൊടുക്കും ഈ ഏരിയ മുഴുവൻ. വളരെ മനോഹരമായി ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പാർക്കാണ്. അപ് ടു 8 o'clock വരെ ആൾക്കാർ കയറാനും പറ്റും. ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഒരു 30-40 ദിവസം ലീസ് കൊടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി ഗ്രീനിഷ്. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഇവിടെ പൈസ കൊടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കാണാൻ പോകുന്നത്. അതേ സെയിം സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്. കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെച്ചാൽ എവിടെയും ഗ്രീനിഷാണ്, ഗ്രീനറിയാണ്. അപ്പോൾ നമ്മളുടെ മൂക്കിന് താഴെ ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലമാണെന്ന് തോന്നുന്നു. ഗവൺമെൻറ് അതിന് പ്രോപ്പർ നോട്ടിഫിക്കേഷൻ കൊടുക്കുകയും ജനപ്രതിനിധികൾ താല്പര്യം എടുക്കുകയും വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്താൽ വളരെ ഇഫക്റ്റീവായിട്ട് വളരെ മനോഹരമായ ഒരു പാർക്ക്, ഒരു ഇക്കോ പാർക്ക് ഈ ടൗണിനുള്ളിൽ സാധാരണക്കാർക്ക് ആക്സസിബിളായി വെറുതെ ബസ്സിന് വന്നിറങ്ങിയാൽ മതി, ഓട്ടോ വരെ ഓടിക്കൊണ്ട് നടന്നു വരും. അതിൻ്റെ എൻട്രി ഭാഗമൊക്കെ നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇതൊക്കെ കൊണ്ട് വേസ്റ്റൊക്കെ ഗാർബേജ് ഉണ്ട്, അതെല്ലാം വൃത്തിയാക്കി നീറ്റാക്കി അവിടെ ബസ് സ്റ്റാൻഡിനുള്ളിൽ തന്നെ അറിയാം. ഇക്കോ പാർക്ക് എന്ന് വെച്ചാൽ ബസ് ഇറങ്ങുന്നതെന്ന് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ വരുമ്പോൾ കൊണ്ട് വിഭാഗം കണ്ടുപിടിക്കാൻ എനിക്ക് വിഷമിച്ചു. പക്ഷേങ്കിൽ ഞാൻ നിങ്ങളുടെ ചാനൽ വഴി കണ്ട ഇങ്ങനെ സ്ഥലമുണ്ടെന്ന് ഇന്നലെ 2-3 ദിവസമാണ് തീർച്ചയായും സീരിയലിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിരുന്ന സ്ഥലം. പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടുപിടിക്കാൻ വിഷമിച്ചു. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ബസ് സ്റ്റാൻഡിനുള്ളിൽ ബസ് ഇറങ്ങിയിട്ട് നടന്നു വരാൻ ദൂരമുള്ളെന്ന് മനസ്സിലായി. 50 മീറ്റർ പോലും ഇല്ല. അപ്പോൾ അത്രയും നല്ല മനോഹരമായ സ്ഥലങ്ങളും ഞാൻ ജസ്റ്റ് ഇവിടെ അറിയുന്നു. പക്ഷേ വളരെ വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മളുടെ ഈ മലയോര പ്രദേശത്ത് ഞാനൊക്കെ ചെറുപ്പക്കാർക്ക് നീന്തൽ പിടിച്ചത് എൻ്റെ സ്വന്തം നാടാൻ കാണിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നീന്തലറിയാം, ഈ വെള്ളം ഇതിനകത്ത് ചാടാൻ അറിയാം. പക്ഷേ ഇപ്പോൾ വെള്ളം കുറഞ്ഞു വരുന്നു. ഇവിടെ നല്ല വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ട്, പഴശ്ശേൻ്റെ ബാക്ക് വാട്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്ത് മനോഹരമായ അതൊരു നീന്തലക്കുളം തന്നെ. അപ്പോൾ കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ചാർജ് ചെയ്യണം. ഇവിടുത്തെ ഗാർബേജ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരു എൻട്രി ഫീ ഒരു 20 rupees or 30 rupees. അപ്പോൾ ഗാർബേജ് മാറ്റുക. പിന്നെ സാനിറ്റേഷൻ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എവിടെ പോയാലും ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ്സ്, അപ്പം പേ ആൻഡ് യൂസ് നല്ല അടിപൊളി ടോയ്ലറ്റ്സ് ഉണ്ട്. ദാറ്റ് ഓൾസോ ടു ബി ചാർജ്ഡ്. പൈസ ഇല്ലാണ്ട് നമുക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്രയോ പൈസ മിസ്റ്റേക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നെസസറി വളരെ വേഗം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങൾ ചാനൽ നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ട്. ലയൺസ് ക്ലബിൻ്റെ ഭാഗത്ത് ഞങ്ങൾ ഇത് എസ്കലേറ്റ് ചെയ്ത് ജനപ്രതിനിധി ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതാണ്. ഞങ്ങൾ കഴിയുന്ന എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് ഉറപ്പ് തരും. ഓക്കെ സാറേ, താങ്ക് യു. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് ജോസഫ് സ്കറിയ. സ്ഥലം ഞാൻ ഒരു പ്രവാസിയായിരുന്നു. 25 വർഷം ഈസ്റ്റ് ആഫ്രിക്കയിലായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം ഇരിട്ടി ടൗണിൻ്റെ നടുക്ക് ഇത്രയും നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇതുവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏജൻറ്റാണ് അത് ജനസമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബാംഗ്ലൂർ ചെന്ന് ചെറിയ ചെറിയ പ്രദേശങ്ങൾ വരെ ഒരു പാർക്കാക്കി മനോഹരമാക്കിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് ഇവിടെ. പക്ഷേ നമ്മളത് ശരിക്കും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ എന്നിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മറ്റു പല രാജ്യങ്ങളിലേക്കും ടൂറിസം എന്ന് പറഞ്ഞ് പോവുകയാണ്. നമ്മുടെ തൊട്ടുമുമ്പിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. കാരണം അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ വേസ്റ്റ് വലിച്ചെറിയാനായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ആളുകൾ കാണുന്നത്. പക്ഷേ ഇതെല്ലാം മാറ്റങ്ങൾ വരുത്തി നമ്മൾ തീർച്ചയായും ഇതിനെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ കൂടി നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്ത് തീർച്ചയായും ഇരിട്ടി പട്ടണം എന്ന് പറയുന്ന ഉത്തര മലബാറിലെ ഒരു വളർന്നു വരുന്ന ഒരു ടൗണാണ് ഇരിട്ടി പട്ടണം. കാരണം നമുക്ക് മിനി സിവിൽ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ
ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് ടൂറിസം ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, മുനിസിപ്പാലിറ്റിക്ക് വരുമാനം ഉണ്ടാവും. അതുപോലെ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. അപ്പോൾ തീർച്ചയായും നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏജന്റിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ലയൺസ് ക്ലബ്ബ് ഓഫ് ഇരിട്ടി ഉണ്ടാവും. ആ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിന് വേണ്ട പിന്നീട് പെർമിഷൻസ്, കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ തീർച്ചയായും അവരുമായിട്ട് സംസാരിച്ച് അവർ അതിന് വേണ്ട, നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് ഗവൺമെൻറ് ഉന്നതതലത്തിൽ സംസാരിച്ച് ഇത് ഇത്രയും നല്ലൊരു സ്ഥലം വേസ്റ്റായി പോകാതെ ഇത് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ ആക്കിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഓക്കെ സാർ, താങ്ക് യു. വളരെ ആധികാരികമായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചു. സാർ നമസ്കാരം. വിജേഷ്. പേര്? വിജേഷ്. എങ്ങനെയുണ്ട് സാർ ഇവിടെ വന്ന് കണ്ട് ഈ സ്ഥലങ്ങളൊക്കെ സാർ, എങ്ങനെയാണ്? അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യമായിട്ട് ഏജന്റിന് അതിൻ്റെ നന്ദി അറിയിക്കുന്നത്. കാരണം ഇങ്ങനൊരു സ്ഥലം ഇവിടെ കണ്ടെത്തി നിങ്ങളാണ് ഇത് പൊതുജനങ്ങളെ മുന്നിൽ എത്തിച്ചത്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇപ്പം ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയാൻ തുടങ്ങി. ഞാനിപ്പം ഇരിക്കൽ 6 വർഷമായി, പക്ഷേ എന്നാൽ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനെന്ന് വെച്ചാൽ നമ്മളിപ്പം നിങ്ങളെ അതിനെ അടുത്ത കൊണ്ടത് DTPC അധികൃതരടക്കം നമ്മൾ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ജനകീയമായിട്ട് ചെയ്യേണ്ടി വരും. കാരണം തദ്ദേശ വകുപ്പും അതേപോലെ നമ്മളിപ്പോൾ വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി ഭയങ്കര താല്പര്യമുള്ള ഒരു ആളാണ്. കാരണം ചില മന്ത്രീൻ്റെ അടുത്തല്ലേ ശ്രദ്ധപ്പെടുത്തിയാൽ കാരണമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതിന് മുനിസിപ്പാലിറ്റി അടക്കം ഇറിഗേഷൻ അടക്കം 2-3 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും അതേപോലെ സംഘടനകൾ, ലയൺസ് അടക്കമുള്ള ഒരുപാട് സംഘടനകളുണ്ട് കിട്ടി. അതേപോലെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ട്. എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി ആ ഒരു വേദി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതുണ്ടായാൽ നമുക്ക് എളുപ്പം ഈ സംഭവം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലയൺസിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ സാറേ, താങ്ക് യു. അപ്പോൾ സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് റെജി തോമസ്. റെജി തോമസ്. നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള ഈ ഒരു ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ മനോഹരമായിട്ട് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഞാൻ ഏകദേശം 10-26 വർഷമായിട്ട് ഇരിട്ടി തന്നെയുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്ന് ഇങ്ങോട്ട് വരാൻ ഉള്ള വഴി എനിക്ക് നമ്മുടെ ഡോക്ടറാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥലം ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഇതുപോലെ തന്നെ ഒരു വളരെ ചെറിയൊരു സ്പേസ് ഗ്രീൻ ലീഫുകാർ നമ്മുടെ പായം പഞ്ചായത്തിൽ വളരെ മനോഹരമാക്കി എടുത്തിട്ടുണ്ട്, പാലത്തിനടുത്ത്. അതുപോലെ ഈ ഒരു പാർക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതിമനോഹരമാക്കി മാറ്റാൻ കഴിയും. അതുപോലെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിന് നന്ദി പറയേണ്ടത് നിങ്ങളുടെ ഏജന്റിനാണ്. കാരണം സാധ്യതകൾ എന്ന് പേരിട്ടത് ഇത് സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സാധ്യതകൾ എല്ലാവരും നെഞ്ചോട് ചേർത്താണ്. ഞാനിതിൻ്റെ 3-4 എപ്പിസോഡ് കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ താല്പര്യത്തോടെ പറഞ്ഞു. അത് ഇവിടെ വന്ന് കാണുന്ന ഒരാൾ ഒരിക്കലും ഇതിനെക്കുറിച്ചൊരു മോശം പറയില്ല. കാരണം അത്ര പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അതായത് നമുക്ക് നമ്മുടെ മനസ്സിനൊരു കുളിർമയുണ്ടാകുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കുറേ പ്ലാസ്റ്റിക്കിൻ വേസ്റ്റ് തള്ളിയിരിക്കുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ. ഇതിന് നല്ലൊരു മാറ്റം വരുത്തി നമുക്ക് ഇരിട്ടിയിലെ സന്നദ്ധ സംഘടനകൾ എല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ അതിമനോഹരമാക്കി എടുക്കണം. അതിന് മുനിസിപ്പാലിറ്റി നമുക്ക് വേണ്ടുന്നത് എല്ലാ സഹായം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലയൺസ് ക്ലബ്ബ് നമ്മുടെ മെമ്പർമാരെല്ലാം ഇതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയുമായി നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതിന് എല്ലാ സംഘടനകളോടൊപ്പം നമ്മൾ ശ്രമിക്കുമെന്നും ഈ അവസരത്തിൽ പ്രത്യേകമായി പറയും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, സാധ്യത പരമ്പരയിൽ, ഏജന്റിൻ്റെ സാധ്യത പരമ്പരയിൽ അപ്പോൾ നമ്മോട് ഇത്രയും നേരം സംസാരിച്ചത് 43 വർഷം ഇരിട്ടിയിൽ ഉള്ള നമ്മുടെ ലയൺസ് ക്ലബ്ബാണ്. ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ഈ ലയൺസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഇരിട്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏജന്റിൻ്റെ ഈ സാധ്യത പരമ്പരയിൽ ഈ എക്കോ പാർക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ ഈ പരമ്പരയിൽ എല്ലാ സപ്പോർട്ടും അവർ നൽകിയിട്ടുണ്ട്. ഇത് ഒരു നല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുന്ന രീതിയിലുള്ള ഒരു പാർക്കാക്കി മാറ്റാനുള്ള എല്ലാ പ്രയത്നത്തിനും അവരും നമ്മോടൊപ്പം കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് ഇവിടെ ആവശ്യങ്ങൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം യാഥാർത്ഥ്യമാകും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ഇരിട്ടിയിൽ നിന്നും ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.